യുദ്ധങ്ങളും സംഘർഷവും കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് രാജ്യാന്തര സമൂഹം കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ പൗരന്മാരുടെ ജീവൻ എങ്ങനെ സംരക്ഷിക്കാമെന്ന ചിന്തയിലാണ് ലോകരാജ്യങ്ങൾ. ഇക്കാര്യത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാണ് ഫിൻലാൻഡ്. ഒരു ആക്രമണം നേരിടേണ്ടി വന്നാൽ രാജ്യത്തെ മൊത്തം ജനസംഖ്യയിൽ 87% ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന സിവിൽ ഡിഫൻസ് ഷെൽട്ടറുകൾ നിർമ്മിച്ചാണ് ഫിൻലൻഡ് വ്യത്യസ്തമാകുന്നത്. ഫിൻലൻഡിലെ ഈ ഭൂഗർഭ സംരക്ഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണ രീതിയും പ്രവർത്തനങ്ങളും കണ്ടു പഠിക്കാൻ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിരവധി പ്രതിനിധികളാണ് ഇവിടം സന്ദർശിക്കുന്നത്. ഫിൻലൻഡിന് വലിയ വിദേശ വരുമാനം ഉണ്ടാക്കിക്കൊടുക്കുന്ന സിവിൽ ഡിഫൻസ് ഷെൽട്ടറുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമാക്കുകയാണ് അടുത്ത വാർത്തയിൽ. ഫിൻലൻഡ് തലസ്ഥാനമായ ഹെൽസിങ്കിയിലെ തെരുവുകളിൽ അവിടെവിടെയായി ഓറഞ്ച് നിറത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു നീല ത്രികോണം വലിപ്പത്തിൽ കാണാൻ കഴിയും. സന്ദർശകർക്ക് ഈ അടയാളം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ഫിൻലൻഡുകാർക്കറിയാം അതവരുടെ രക്ഷാകേന്ദ്രത്തിലേക്കുള്ള കവാടമാണെന്ന്. അപ്രതീക്ഷിതമായി മിസൈൽ ആക്രമണമോ മറ്റോ ഉണ്ടായാൽ ഈ കവാടത്തിലൂടെ ആളുകൾക്ക് ഭൂമിക്കടിയിലെ ഷെൽട്ടറിലേക്ക് കയറി രക്ഷപ്പെടാം. ഭൂമിക്കടിയിലെ ഷെൽട്ടറാകട്ടെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മറ്റൊരു നഗരമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമാകെ സംഘർഷങ്ങളും ആക്രമണങ്ങളും 10 മടങ്ങ് വർദ്ധിച്ചിരിക്കെ ഫിൻലൻഡിലെ ഭൂമിക്കടിയിലെ ഷെൽട്ടറുകളും ചർച്ചയാകുന്നു. മണ്ണിനടിയിൽ പണിത ഈ സുരക്ഷാമാർഗത്തിൻ്റെ സാങ്കേതികവിദ്യ പഠിച്ചെടുക്കാൻ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സന്ദർശിക്കുന്നു. അതിലേറ്റവും കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി, പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് ഉൾപ്പെടെ 800-ലേറെ പ്രതിനിധികളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഹെൽസിങ്കിയിലെത്തി ബോംബ് ഷെൽട്ടറുകളുടെ നിർമ്മാണ രീതി മനസ്സിലാക്കിയത്. ഇതേ തരത്തിലുള്ള ഷെൽട്ടറുകൾക്കായി പല രാജ്യങ്ങളും ഫിൻലൻഡുമായി കരാറിൽ ഒപ്പിടുകയും ചെയ്തു. ഷെൽട്ടറുകൾ ഉണ്ടാക്കുന്ന സാങ്കേതികവിദ്യയും സാധനങ്ങൾ കയറ്റുമതി ചെയ്തും ഫിൻലൻഡ് നല്ല വരുമാനവും നേടുന്നുണ്ട്. ഫിൻലൻഡിൽ ഏറ്റവും കൂടുതൽ സിവിൽ ഡിഫൻസ് ഷെൽട്ടറുകൾ ഉള്ളത് തലസ്ഥാനമായ ഹെൽസിങ്കിയിൽ തന്നെ. 5500-ലേറെ വരുമത്. 10 ലക്ഷം ജനങ്ങൾക്ക് സംരക്ഷണമൊരുക്കാൻ ഇതിനാകും. 7 ലക്ഷത്തിൽ താഴെയാണ് തലസ്ഥാനത്തെ ജനസംഖ്യ. അടിയന്തര ഘട്ടത്തിൽ സന്ദർശകർ ഉൾപ്പെടെ 3 ലക്ഷത്തോളം ജനങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന തരത്തിലാണ് സിവിൽ ഡിഫൻസ് ഷെൽട്ടറുകളുടെ എണ്ണം. ഇത്തരത്തിൽ രാജ്യത്താകമാനം 50,000-ലേറെ സിവിൽ ഡിഫൻസ് ഷെൽട്ടറുകൾ ഉണ്ട്. 5.5 ദശലക്ഷം ജനങ്ങളുള്ള ഫിൻലൻഡിൽ അടിയന്തര സാഹചര്യമോ യുദ്ധമോ ഉണ്ടായാൽ മൊത്തം ജനസംഖ്യയിൽ 4.8 ദശലക്ഷം ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയും. അതായത് മൊത്തം ജനസംഖ്യയിൽ 85 മുതൽ 87% വരെ ആളുകളെ രക്ഷിച്ചെടുക്കാൻ ഫിൻലൻഡിന് കഴിയുമെന്നർത്ഥം. ഇത്രയും ജനങ്ങളെ ഭൂഗർഭ കേന്ദ്രത്തിൽ സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരേയൊരു യൂറോപ്യൻ രാജ്യമാണ് ഫിൻലൻഡ്. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ലോകസൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള നോർഡിക് രാജ്യങ്ങളിലൊന്നായ ഫിൻലൻഡിലാണ് ഈ മുൻകരുതൽ എന്നതും ശ്രദ്ധേയം. യുദ്ധം, മിസൈൽ ആക്രമണം, രാസായുധ ആക്രമണം എന്നിവയുണ്ടായാൽ ആളുകളെ സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഷെൽട്ടറുകൾ ഫിൻലൻഡ് സർക്കാർ നിർമ്മിച്ചിരിക്കുന്നത്. അയൽരാജ്യമായ റഷ്യയാണ് ഇത്തരമൊരു ഷെൽട്ടർ നിർമ്മിക്കാൻ ഫിന്നിഷ് സർക്കാരിനെ പ്രേരിപ്പിച്ചത്. 1340 കിലോമീറ്ററാണ് റഷ്യയുമായി ഫിൻലൻഡ് അതിർത്തി പങ്കിടുന്നത്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയിൽ ആക്രമണ ഭീഷണിയുടെ ആശങ്കയിലാണ് ഫിൻലൻഡ്. രാജ്യസുരക്ഷയ്ക്ക് നേരത്തെ പ്രാധാന്യം കൊടുത്തിരുന്ന ഫിൻലൻഡ് യുക്രൈൻ യുദ്ധത്തിന് ശേഷമാണ് ശാക്തിക ചേരിയിൽ അംഗമാവുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു സൈനിക ചേരിയിലും അംഗമാകാതെയും ഒരു പക്ഷത്തും ചേരാതെയും സ്വതന്ത്ര പക്ഷത്ത് നിന്നിരുന്ന ഫിൻലൻഡ് മാറിയ സാഹചര്യത്തിൽ ഇന്ന് നാറ്റോ സഖ്യത്തിൽ അംഗമാണ്. റഷ്യയുമായി ഏറ്റവും ദൈർഘ്യമേറിയ അതിർത്തി പങ്കിടുന്ന നാറ്റോ അംഗരാജ്യവും ഫിൻലൻഡാണ്. ഫിൻലൻഡിന് ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത് റഷ്യയാണ്. പ്രത്യേകിച്ച് നാറ്റോ സഖ്യത്തിൽ അംഗമായത് റഷ്യയെ അസ്വസ്ഥമാക്കുന്നു. റഷ്യയുടെ രണ്ടാമത്തെ വലിയ നഗരമായ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് 320 കിലോമീറ്റർ അകലെയാണ് ഫിൻലൻഡ്. നാറ്റോ സൈന്യം പടിവാതിൽക്ക് എത്തിയത് റഷ്യക്ക് ഉറക്കം കെടുത്തുന്നുണ്ട്. സമാധാനകാലത്ത് വിനോദസഞ്ചാര കേന്ദ്രവും വിശ്രമ സ്ഥലവുമാക്കി മാറ്റി വരുമാനം കണ്ടെത്തുന്നു എന്ന പ്രത്യേകതയും ഫിൻലൻഡിലെ സിവിൽ ഡിഫൻസ് ഷെൽട്ടറുകൾക്ക് ഉണ്ട്. ഭൂമിക്കടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ കേന്ദ്രങ്ങളിൽ ഒളിമ്പിക് മാതൃകയിലുള്ള നീന്തൽക്കുളങ്ങൾ, ടെന്നീസ് മൈതാനങ്ങൾ, സ്പോർട്സ് സെൻ്ററുകൾ, ഇൻഡോർ കളിസ്ഥലങ്ങൾ, സ്കേറ്റിംഗ് സൗകര്യങ്ങൾ, ആർച്ചറി റേഞ്ചുകൾ, പള്ളികൾ, ഷോപ്പിംഗ് സെൻ്ററുകൾ തുടങ്ങിയവ ഒക്കെയുണ്ട്. ചുരുക്കത്തിൽ ഭൂമിക്കടിയിൽ പണിത മറ്റൊരു നഗരമാണ് ഷെൽട്ടറുകൾ. സാധാരണ സമയങ്ങളിൽ നഗരത്തിലെ താമസക്കാർ വിനോദങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഇവിടം ഒരു ദേശീയ അടിയന്തരാവസ്ഥ ഉണ്ടായാൽ മണിക്കൂറുകൾക്കുള്ളിൽ പൂർണ്ണമായി പ്രവർത്തിക്കുന്ന ഷെൽട്ടറുകളാക്കി മാറ്റാൻ കഴിയും. സ്ഫോടനങ്ങൾ, റേഡിയേഷൻ, രാസഭീഷണികൾ എന്നിവയിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കാൻ കനത്ത വാതിലുകൾ അടയ്ക്കാനും വെന്റിലേഷൻ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാനും സാധിക്കും. മണിക്കൂറുകൾക്കുള്ളിൽ 100 കണക്കിന് പോർട്ടബിൾ ടോയ്ലറ്റുകളും കിടക്കകളും നിരത്താനും കഴിയും. ബോംബാക്രമണത്തിൽ ഭൂമിക്ക് മുകളിലെ വൈദ്യുതി സൗകര്യങ്ങൾ തകർന്നാലും ഷെൽട്ടറിനുള്ളിൽ വൈദ്യുതി നിലയ്ക്കാത്ത വിധത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ട്.
ഫിൻലൻഡിലെ സിവിൽ കെട്ടിടങ്ങൾ പണിയുമ്പോൾ അതിൽ നിർബന്ധമായും ഷെൽട്ടർ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണമെന്നാണ്. യഥാസമയം ഉപകരണങ്ങളുടെ പ്രവർത്തനക്ഷമത പരിശോധിച്ചും വാതിലുകൾ പ്രവർത്തന സജ്ജമാണോ എന്ന് പരീക്ഷിച്ചും അറ്റകുറ്റപ്പണികൾ ചെയ്തും അധികാരികളെ ബോധ്യപ്പെടുത്തേണ്ടതും കെട്ടിട ഉടമകളുടെ ബാധ്യതയാണ്. ഫിൻലൻഡ് സർക്കാരിൻ്റെ ജാഗ്രതയും വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങളും നിർമ്മാണ രീതികളുമാണ് ഇന്ന് കാണുന്ന തരത്തിൽ വികസിപ്പിച്ചെടുത്ത സിവിൽ ഡിഫൻസ് ഷെൽട്ടറുകൾ. ശീതയുദ്ധത്തിന് ശേഷം പല യൂറോപ്യൻ രാജ്യങ്ങളും സൈനിക ചെലവ് കുറച്ചപ്പോൾ ഫിൻലൻഡ് ശക്തമായ ദേശീയ പ്രതിരോധവും സിവിൽ സംരക്ഷണ സംവിധാനവും തുടക്കം മുതൽക്കേ നിലനിർത്തിയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനുമായി 2 പ്രധാന സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഫിൻലാൻഡ്. ഈ സംഘർഷങ്ങളാണ് അവരുടെ സുരക്ഷാ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തിയത്. ശൈത്യകാല യുദ്ധതന്ത്രങ്ങളും ഒളിപ്പോരും ഉപയോഗിച്ച് സോവിയറ്റ് പടയെ പ്രതിരോധിക്കാൻ തീരെ ചെറിയ രാജ്യമായ ഫിൻലൻഡിന് അന്നേ കഴിഞ്ഞിരുന്നു. പലപ്പോഴും ബാൾട്ടിക് രാജ്യങ്ങളുടെ അതിർത്തി ലംഘിക്കുന്ന റഷ്യ പോളണ്ടിനെതിരെ സൈനിക പ്രകോപനം ഉണ്ടാക്കാമെന്ന് US ഈയിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വരും വർഷങ്ങളിൽ റഷ്യ യൂറോപ്യൻ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകുമെന്ന് നാറ്റോ നേതാക്കളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം മുന്നിൽ കണ്ടാണ് തങ്ങളുടെ പൗരന്മാരുടെ ജീവന് സുരക്ഷയൊരുക്കാൻ ഫിൻലൻഡ് ഉറപ്പുള്ള ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നത്. ഭൗമരാഷ്ട്രീയ ബന്ധങ്ങൾ മാറിമറിയവേ യൂറോപ്പിലുടനീളം സുരക്ഷാ ആശങ്കകൾ വർദ്ധിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഷെൽട്ടറുകൾ തയ്യാറാക്കി പൗരന്മാരിൽ ആത്മവിശ്വാസം പകരുകയാണ് ഫിൻലൻഡ്.